ഇന്ത്യ മുന്നണിയെ മലർത്തിയടിച്ച ബി.ജെ.പി. ആം ആദ്മിയും കോൺഗ്രസും സഖ്യം ചേർന്ന് മത്സരിച്ചിട്ടും ഡൽഹിയിലെ 7 ലോക്സഭാ മണ്ഡലങ്ങളും ബി.ജെ.പി. നിലനിർത്തി. അഴിമതി കൂട്ടുകെട്ടിനെ ജനങ്ങൾ തകർത്തെറിഞ്ഞുവെന്ന് ബി.ജെ.പി. ഡൽഹി അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ വ്യക്തമാക്കി. 2014-ലും 19-നും സമാനമായി 7 ലോക്സഭാ മണ്ഡലങ്ങളും നേടിക്കൊണ്ടാണ് ബി.ജെ.പി. രാജ്യ തലസ്ഥാനത്ത് കരുത്തു തെളിയിച്ചത്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആം ആദ്മിയും കോൺഗ്രസും സഖ്യം ചേർന്ന് മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ ബി.ജെ.പിയെ പരാജയപ്പെടുത്തുമെന്ന് ഇന്ത്യ മുന്നണി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ മികച്ച ഭൂരിപക്ഷത്തിലാണ് 7 സീറ്റുകളിലും ബി.ജെ.പി. സ്ഥാനാർത്ഥികൾ വിജയം കണ്ടെത്തിയത്. നോർത്ത് ഈസ്റ്റ് ഡൽഹി മണ്ഡലത്തിൽ 1,21,453 വോട്ടുകൾക്കാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി കനയ്യകുമാറിനെ മനോജ് തിവാരി പരാജയപ്പെടുത്തിയത്. ന്യൂഡൽഹി മണ്ഡലത്തിൽ സുഷമ സ്വരാജിന്റെ മകൾ ബൻസുരി സ്വരാജ് 60,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കന്നി അംഗം വിജയിച്ചു കയറി. बहुत धन्यवाद है नरेंद्र मोदी जी का, हमारे शीर्ष नेतृत्व का, हमारे क्षेत्र के जो मतदाता हैं, जिन लोगों ने तीसरी बार बहुत अच्छा आशीर्वाद दिया है. अभी काउंटिंग चल रही है. मैं इसे आशीर्वाद मानता हूं जो हमारे पक्ष में हवा है, और इसमें कोई दो राय नहीं है कि जिम्मेदारी बहुत बढ़ जाती है. हम दिल्ली की 7 सीटें जीत रहे हैं. काउंटिंग में 7 सीटें एक अच्छी मार्जिन से हम आगे चल रहे हैं. देश में भी एक बार फिर से नरेंद्र मोदी जी की सरकार बन रही है. हमारी एनडीए की काउंटिंग लगभग 300 के आसपास है. निश्चित रूप से हम जितना सोचे थे उतना तो अभी दिख नहीं रहा है, लेकिन काउंटिंग जारी है. मैं अभी भी आशा है कि ये टैली 300 के ऊपर जाके रुकेगी. नरेंद्र मोदी जी फिर से प्रधानमंत्री बने. बीजेपी का मतलब सेवा है. हम एनडीए के लोग अपनी सेवा पे आगे चलते रहेंगे. നോർത്ത് വെസ്റ്റ് ഡൽഹിയിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥി യോഗേന്ദ്ര ചന്ദോളിയ 2 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത്. നരേന്ദ്രമോദിക്കും വികസന രാഷ്ട്രീയത്തിനുമൊപ്പം ജനങ്ങൾ അടിയുറച്ചു നിന്നതുകൊണ്ടാണ് കോൺഗ്രസ് ആം ആദ്മി സഖ്യത്തെ പരാജയപ്പെടുത്താനായതെന്നും അഴിമതി സഖ്യത്തെ ഡൽഹിയിലെ ജനങ്ങൾ തകർത്തെറിഞ്ഞെന്നും ബി.ജെ.പി. അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ പ്രതികരിച്ചു. എക്സിറ്റ് പോൾ ഫലങ്ങളും ഡൽഹിയിൽ ബി.ജെ.പി. തൂത്തുവാരുമെന്ന സൂചന നൽകിയിരുന്നു. ജനം, ഡൽഹി.